അവൻ വരുമല്ലോന്നും എനിക്കറിയില്ല. പക്ഷെ അവര് 3 പേരും ഒന്നിച്ച. ഹലോ മച്ചാന്മാരപ്പം എഡിക്കേഡ് ഗെയിമിംഗ് ട്യൂബോടെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാ മച്ചാന്മാർക്കും സ്വാഗതം. ഗൈസ് അപ്പം നോക്കൂ, നമ്മുടെ ഇന്നത്തെ പരിപാടി ഗൈസ് നമ്മുടെ അപ്കമിങ് മോഡായ സഡോൺ ഗൈസ്. അപ്പം നമ്മുടെ സഡോൺ V1 അല്ല, നമ്മുടെ നോർമൽ സഡോണാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സഡോണാണ് നമ്മുടെ ചാനലിൽ റിലീസാക്കുന്നത്. അപ്പോൾ ആ സഡോണിൻ്റെ കുറച്ച് റിവ്യൂ കാര്യങ്ങളൊക്കെയാണ്, പിന്നെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ മോഡിന് കുറച്ച് പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അതൊക്കെ ഞാൻ ഫിക്സ് ആക്കിയിട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റാക്കി തരും. അപ്പം ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടീൻ്റെ ക്യാബിന്. പിന്നെ അതുപോലെ ഗൈസ്, ഞാൻ കുറേ ദിവസമായി ഇപ്പം വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറച്ച് തിരക്കുണ്ട്. പിന്നെ വോയിസ് കവർ വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ദിവസമായി. പിന്നെ സ്റ്റോറി വീഡിയോ ചെയ്യാൻ ടൈമില്ല. മോഡ് വർക്കൊക്കെ മെല്ലെ പോകുന്നു. മോഡ് വർക്കും എല്ലാം കൂടി ഒരുമിച്ച് കൊണ്ടുപോകാനാവുന്നില്ല. അപ്പം അതുകൊണ്ടാണ് ഇത്രയ്ക്ക് ലേറ്റ് ആയത്. അപ്പം വെച്ചാൽ വരെ ഇതാണ് നമ്മുടെ സഡോണിൻ്റെ ഒരു ലുക്ക് വരുന്നത്. എന്താ പറയുക, നമ്മുടെ ഒരു ഓവറോൾ ലുക്ക് എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ സഡോണിൻ്റെ ഒരു ലുക്ക് വരുന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ലണ്ടൻ്റെ ലിവറിയാണ് ഇട്ടത്. അപ്പോൾ ഇത് ഞാൻ വേറെ ഇട്ടതാണ്. പക്ഷെ നമുക്ക് ഒറിജിനൽ ഈ വണ്ടിയുടെ കൂടെ കിട്ടുന്നത് നമ്മുടെ നെപ്പോളിയൻ്റെ ഒരു ലിവറിയാണ് കിട്ടുന്നത്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടി. അപ്പം മച്ചാന്മാർ ആദ്യമേ പറയാം, വണ്ടിക്ക് കുറച്ച് പോരായ്മകളുണ്ട്. പോരായ്മകൾ ഞാൻ പറഞ്ഞുതരാം. കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. അപ്പോൾ ആ മിസ്റ്റേക്ക് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ മോഡ് എഡിറ്റർ മീൻസ് ബ്ലണ്ടറൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ സഡോൺ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പോൾ ചെറിയൊരു വർക്കുണ്ട്. അപ്പോൾ ഗ്ലാസിൻ്റെ വർക്ക്, പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ ചെറിയൊരു ബഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റീകൺവേർഷൻ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ ചോദിച്ചു തരാം. അപ്പോൾ ആ ബഗ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ വണ്ടി നോർമൽ വെയിറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ബാക്ക് പൊന്തി കിടക്കുക. അപ്പോൾ നമ്മുടെ യൂട്യൂബേഴ്സിനൊക്കെ മോഡ് മേക്ക് ചെയ്യുന്നവർക്കൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ എന്നോട് 2-3 ആൾക്കാർ പറഞ്ഞാൽ അത് റീകൺവേർഷൻ ചെയ്യേണ്ടി വരുമെന്നാണ്. അപ്പം ഇതെന്ന് വെച്ചിട്ട് ഞാൻ കുറച്ച് കൂടുതൽ വെയിറ്റ് കൊടുത്തു വണ്ടിക്ക്. അപ്പോൾ വെയിറ്റും ഫോഴ്സും ഒക്കെ കൊടുത്തേരം ഈ ലെവലിലായിട്ടുണ്ട്. അപ്പം ഈ മോഡിൽ ഇപ്പം കാണുന്ന വണ്ടി ഇതാണ് ഫുൾ മോഡിഫൈഡ് വേരിയൻ്റാണ്. അപ്പോൾ മോഡിൻ്റെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ മോഡിൻ്റെ ബ്രേക്കില്ല ഗൈസ്. ബ്രേക്ക് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ബ്രേക്ക് ഉണ്ട്. നമുക്കിപ്പോൾ എന്താ പറയുക, അത്ര വലിയ സ്പീഡിലൊന്നും പോയിട്ടൊന്നും ബ്രേക്ക് കിട്ടത്തില്ല. കാരണം ഇതിൻ്റെ ഫയൽ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി ഗൈസ്. അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്കിപ്പം വേറൊരു പണിയും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു ഫയലിൽ. അപ്പോൾ 3D ഫയൽ മിസ്സായിപ്പോയി. സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നൊരു മിസ്റ്റേക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അത് ഞാൻ 2 സഡോണിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് എൻ്റെ ഒരു ബ്രദറുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ബ്രദറിന് റിലീസാക്കാൻ ഒരു സഡോണിൻ്റെ വർക്ക് എടുക്കുന്നുണ്ട്. അപ്പോൾ 2നും സഡോൺ എന്നാണ് ഞാൻ പേര് കൊടുത്തത്. എൻ്റെ ഈ വണ്ടിയുടെ ഫയൽ സഡോണും മറ്റേ സഡോൺ നോൺ BC എന്നാണ് കൊടുത്തത്. അപ്പം ഈ സഡോൺ നോൺ BCൻ്റെ ഫയൽ ചെയ്ത് ആ സേവ് ആക്കിയത് ഞാൻ ഈ നമ്മുടെ സഡോണിൻ്റെ ഫയലിലാണ് എൻ്റെ അനിയൻ്റെ ഫയൽ സേവ് ആക്കിയത്. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഫയൽ പോയിട്ട് എൻ്റെ അനിയൻ്റെ ഫയലാണ് സേവ് ആയത്. അപ്പോൾ അനിയന് വേണ്ടി ചെയ്യുന്ന വർക്ക്. അപ്പോൾ അതുകൊണ്ട് ഫയൽ മിസ്സായിപ്പോയി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചൊരു വണ്ടിയുണ്ട്. അപ്പോൾ ആ വണ്ടി എടുത്തിട്ടാണ്. അപ്പോൾ അത്രയ്ക്ക് ലേറ്റ് ആക്കുമൊന്നുമില്ല, മോഡ് പെട്ടെന്ന് റിലീസാക്കും. പിന്നെ ആരും സങ്കടപ്പെടുകയൊന്നും വേണ്ട. ഇതിപ്പോൾ അത്യാവശ്യം സൈസുള്ള മോഡാണ്. കാരണം നല്ല രീതിക്ക് നമ്മൾ വർക്ക് എടുത്തിട്ടുണ്ട് ഈ വണ്ടിയിൽ. അപ്പം മാക്സിമം ചെയ്യാൻ പറ്റുന്ന എല്ലാ വർക്കും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഒരു സൈസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 100 MB എടുത്തെങ്ങാൻ നമ്മുടെ ഈ വണ്ടിയുടെ സൈസ്, ഈ സഡോണിൻ്റെ സൈസ് വരുന്നുണ്ട് 100 MB. അപ്പോൾ ലോ എൻഡ് ഡിവൈസിന് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ചെറിയൊരു ഡൗട്ട് ഉണ്ട്. അപ്പം എന്ന് വിചാരിച്ചാൽ നിങ്ങളാരും വിഷമിക്കേണ്ട. ലോ എൻഡ് ഡിവൈസും ഹൈ എൻഡ് ഡിവൈസും ആരും വിഷമിക്കേണ്ട. അപ്പം കാരണം എന്താണെന്നും കൂടി പറഞ്ഞുതരാം. നമ്മളിപ്പം നെക്സ്റ്റ് വർക്ക് മീൻസ് ഇതിൻ്റെ കുറച്ച് 3D, കാരണം 3D നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അല്ലാണ്ട് വേറെ ചെയ്ത് സേവ് ചെയ്ത് വെച്ചൊരു 3D എൻ്റെ കൈമ കിടക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൽ കുറച്ച് ലൈറ്റ് പോകുന്നേ ഉള്ളൂ. എന്നാലും ലോ എൻഡ് വേസായിട്ട് നമ്മൾ അത് മാസമായിട്ട് തന്നെ ഇറക്കി തരും. അത് ലോ എൻഡ് വേർഷനായിട്ട് നമ്മൾ സെറ്റാക്കി ഇറക്കി തരുന്നതാണ് ഗൈസ്. അപ്പം ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു ഫ്രണ്ട് ലുക്ക് വന്നത്. അപ്പോൾ സഡോണാണ്, ക്രാഷ് ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കർണാടക വേരിയൻ്റ് ആ ഒരു ടൈപ്പാണ് കൊടുത്തത്. കാരണം കംപ്ലീറ്റ് മോഡിഫൈഡൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ. പിന്നെ ഇവിടെയൊക്കെ കുറച്ച് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിററിൻ്റെ മുകളിൽ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു കരിമ്പടം കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2 കരിമ്പടം കൊടുത്തിട്ടുണ്ട്. ഈ കണ്ണാടിമേലും കരിമ്പടം കൊടുത്തിട്ടുണ്ട്. കണ്ണാടിയൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ സ്പോട്ട് മിറർ 2 വർക്കിംഗ് അല്ല.
എന്താ പറയുക, പൊസിഷൻ കറക്റ്റാക്കിയിട്ടില്ല. അതൊക്കെ ഞാൻ കറക്റ്റാക്കണം വെച്ചാണ് നടന്നില്ല. ഇവിടെയൊക്കെ നിയോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറ്റിയിലെ മീൻസ് നമ്മുടെ മുകളിലത്തെ നിയോണൊക്കെ കത്തുന്നുണ്ട്. പിന്നെ ഇത് ഏരിയയിലാണ്. അപ്പം ഈ ഏരിയയിലൊക്കെ നമ്മുടെ വണ്ടിക്കൊക്കെ വരുന്നതാണ് ഈ ഏരിയയിൽ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ വൈപ്പറിൻ്റെ മുകളിൽ ലൈറ്റ് ഉണ്ട്, അത് വർക്കാവും. പിന്നെ വേറൊരു സാധനം ഉണ്ട് ഗൈസ്, അത് ഞാൻ ആനിമേഷൻ കീ ഓഫ് ആക്കിയിട്ട് പോയത് കൊണ്ടാണ് കാണാത്തത്. അത് ഞാൻ എൻ്റെ നാട്ടിൽ കൂടി ഓടുന്ന ഒരു അത്യാവശ്യം ഒരു വണ്ടി ഉണ്ട് ഗൈസ്, ഇപ്പോൾ നോർത്ത് സ്റ്റാർ എന്ന് പറയുന്ന ഒരു വണ്ടി ഉണ്ട്. അപ്പോൾ ആ വണ്ടിയിൽ നിന്ന് കിട്ടിയാണ്. അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അങ്ങോട്ട് വെച്ചതേ. ഈ കാണുന്ന ഒരു സ്റ്റിയറിംഗ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ആനിമേഷൻ കീ ആണ്. കാരണം നമ്മളിപ്പം ഇപ്പോഴത്തെ കേരള വണ്ടിയിലൊക്കെ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ ടെക്സ്ചറൊക്കെ വരുന്നുണ്ട്. ഓരോ ഡയലോഗല്ല ഓരോ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് ആ ടെക്സ്റ്റ് കാണിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഈ ആനിമേഷൻ കീ ആക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന ചെറിയ സ്റ്റിയറിങ് ഞാൻ ആനിമേഷൻ കീ ആട്ടാണ് വെച്ചത്. പിന്നെ എൻജിൻ റൂമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ടോപ്പ് ലൈറ്റൊക്കെ അതേ ഇങ്ങനെയാണ്, റെഡ്, യെല്ലോ, പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ, റെഡ്. വൈപ്പ് മീൻസ് എന്താ പറയുക, വൈപ്പർ ഇടുന്ന ടൈമിൽ ടോപ്പ് ലൈറ്റൊക്കെ മൂവളാവും കേട്ടോ. പിന്നെ ഇതാണ് ഈ സൈഡിൽ വരികയാണെങ്കിൽ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ അടിയിലായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ഇവിടെയായിട്ട് ഒരു മഞ്ഞ ലൈറ്റ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ആക്സിലേറ്റർ, ബ്രേക്ക്, നമ്മുടെ ക്ലച്ച്, സ്റ്റിയറിങ്, അതിൻ്റെ ഹോൺ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഫ്രണ്ടിൽ വരുന്ന ഒരു വീൽ കപ്പ്, മഡ് ഫ്ലാപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് എവിടെയായിട്ട് വീൽ ആർസിൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കോട്ടും വരികയാണെങ്കിൽ ഇത് അതിൻ്റെ ഒരു ടൈപ്പ് വീൽ കപ്പാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ വീൽ ആർസിന് ചുറ്റും ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എമർജൻസി എക്സിറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ ലൈറ്റ്സൊക്കെ അവിടെയും തന്നിട്ടുണ്ട്. പിന്നെ ബാക്കോട്ട് വരികയാണെങ്കിൽ ഇവിടെ ബാക്കിലായിട്ട് വലിയൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബോൾ ലൈറ്റ് പോലെ. പിന്നെ ടെയിൽ ലാമ്പൊക്കെ ആണെങ്കിൽ ടെയിൽ ലാമ്പൊക്കെ വർക്കിംഗ് ആണ്. ടെയിൽ ലാമ്പിന് ചുറ്റും നിയോണും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ബാക്കിൽ പിക്സൽ ലൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കിൽ നമ്മൾ പിക്സൽ ലൈൻ ബോർഡ് കൊടുത്തിട്ടുണ്ട്. കളിയട്ടം നമ്മുടെ ലണ്ടൻ്റെ കളിയങ്കാട്ടു നീലിൻ്റെയാണ് നമ്മൾ ലിവർ ഇട്ടത്. അപ്പോൾ അത് പിക്സൽ ലൈൻ ബോർഡൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ ബാക്കിൽ നമ്മുടെ കോണി, അപ്പം മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയായിട്ട് നമ്മളൊരു ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് പോലത്തെ. പിന്നെ ഈ സൈഡിലും അപ്പുറത്തെ സൈഡ് പറഞ്ഞ പോലെ തന്നെയാണ് പറയാനുള്ളത്. പിന്നെ ലൈറ്റ് വർക്കൊക്കെ കൂടുതലും കൊടുത്തിട്ടുള്ളത് ഇൻറ്റീരിയലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റേതായ ഒരു സൈസ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് വീട്. അപ്പം മോഡ് ഇറക്കുന്നത് നമ്മൾ തന്നെയാണ് കേട്ടോ. അപ്പം മോഡ് ബൈ എഡിക്കടി ഗെയിമിങ്, ചുമ്മാ ഒരു സുഖം. പിന്നെ ഡോറൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ലിപ്പ് കൊടുത്തിട്ടുണ്ട്, ലിപ്പ് മുകളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലോട്ട് വരികയാണ്, ഫ്രണ്ടിലും പിക്സൽ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട് കണ്ടോ, വർക്കിംഗ് ആണ് പിക്സൽ നെയിം ബോർഡ്. റെഡ് കത്തുന്നുണ്ട്, പക്ഷേ ആ ടൈമിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കാരണം കണ്ടോ, ബ്ലൂ, ഗ്രീൻ, റെഡ് ഒന്ന് കത്തിപ്പോകുന്നുണ്ട്. കാരണം നമുക്ക് ഇതൊക്കെ വൈപ്പറുമൊക്കെ കൊടുക്കുന്നൊരു വാല്യൂ വെച്ചിട്ടുള്ള കളിയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത്ര കറക്റ്റായിട്ട് ചെയ്യണം. കാരണം പിക്സൽ നെയിം ബോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ ബസ്സഡ് വെഹിക്കിൾ എഡിറ്ററിൽ വരുന്നില്ല. അപ്പോൾ നമ്മൾ വൈപ്പറിൽ കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു പോയിൻ്റായിട്ടേ കൊടുക്കാൻ പറ്റും. പക്ഷേ റെഡ് നല്ലോണം കത്തുന്ന രീതിക്ക് ആക്കാം. അങ്ങനെയാണ് കുറച്ച് പുറത്തോട്ട് വരും, നമ്മുടെ ലൈറ്റ് ഗ്ലാസിൻ്റെ പുറത്തോട്ട് വരും. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലെയിൻ വെച്ചിട്ടുള്ളൊരു കളിയാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോവാം. അപ്പം ഇൻറ്റീരിയൽ എന്താണുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഓക്കെ ഗൈസ്, അപ്പം ഇൻറ്റീരിയൽ ബാക്കിലത്തെ പിക്സൽ നെയിം ബോർഡ് കാണിച്ചു തരാം. പിന്നെ ഇതാണ് നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് വെച്ചിട്ടുള്ളത്. അങ്ങനെയാണ് ഇതിൻ്റെ പേര് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ടിബറ്റൻ ഫ്ലാഗ് എന്നാണ് പറയുക. പിന്നെ ബാക്കിൽ പിക്സൽ നെയിം ബോർഡ് ഉണ്ട്, റെഡ്, ബ്ലൂ, ഗ്രീൻ, അതാണ് കൊടുത്തിട്ടുള്ളത്. 3 നിറയെ പിക്സൽ നെയിം ബോർഡ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ ഇതാണ് നമ്മുടെ വണ്ടീൻ്റെ ഇൻറ്റീരിയർ വന്നിട്ടുള്ളത്. ഇൻറ്റീരിയറിൽ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ടെക്സ്ചറാണ് കൊടുത്തത്. പിന്നെ കുറേ ലേസർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ DJ ഫ്ലോർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. DJ ഫ്ലോറാണ്, വർക്കിംഗ് ആണ്. പിന്നെ DJ ഫ്ലോറിൻ്റെ അതിലൂടെയൊക്കെ നമ്മുടെ പ്രകാശൻ്റെ തരുന്ന കുറച്ച് ലൈറ്റ്സ് ഉണ്ട്, അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് നമ്മൾ കുറേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന കുഞ്ഞു ലൈറ്റ് ഉണ്ടല്ലോ, നമ്മുടെ DJ ഫ്ലോറിൻ്റെ ഒക്കെ സൈഡിലായിട്ട് കൊടുത്ത ലൈറ്റ്, ആ ലൈറ്റ് തന്നെ ഈ വണ്ടിയിൽ 185 ലൈറ്റ് അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രകാശ് എങ്ങനെയാണോ തരുന്നത് ആ ലൈറ്റൊക്കെ അതിൽ വെച്ചുകൊണ്ട് നമ്മുടെ എക്സ്ട്രാ ലൈറ്റ് ആഡ് ചെയ്തതാണ്.
ഇപ്പം നമ്മുടെ കൊമ്പനിലൊക്കെ ആണെങ്കിൽ ഏകദേശം ഇതുപോലത്തെയൊക്കെയാണ് ലേസർ ലൈറ്റ് വരുന്നത്. പിന്നെ അല്ലാണ്ട് വേറെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ എ സീൻ്റെ ഇവിടെയൊക്കെ നമ്മൾ നല്ല പണിയെടുത്തിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെ കത്തുന്നുണ്ട്. അപ്പം ഹസാർഡ് ഇടാൻ മറന്നുപോയി എന്ന് തോന്നുന്നു ഗൈസ്. അപ്പം അതാണ് ഞാൻ ഗൈസ് ഹസാർഡ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്, അതാണ് കത്താത്തത്. എല്ലാ ലൈറ്റും ഞാൻ വിചാരിച്ചു വർക്കിംഗ് ആണ്, ഇത്രയും നേരം വർക്കിംഗ് ആണ്, പക്ഷെ ഇപ്പം എന്ത് പറ്റി നോക്കിയപ്പോൾ ഹസാർഡ് ഇടാൻ മറന്നു പോയിട്ടുണ്ട്. അപ്പോൾ അതെ നമ്മുടെ ഇവിടെ ഈ കാണുന്ന നമ്മുടെ എന്താ പറയുക AC വെൻറ്റ്. അപ്പോൾ AC വെൻറ്റിൻ്റെ അവിടെയൊക്കെ എൻ്റെ പേര് ഓർമ്മ, നമ്മുടെ പാസഞ്ചേഴ്സിൻ്റെ ഒക്കെ അവിടെ AC കിട്ടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പ്. അപ്പോൾ അവിടെയൊക്കെ നല്ല രീതിക്ക് നിയോൺ കൊടുത്തിട്ടുണ്ട്, ഗ്രീന്, ബ്ലൂ, റെഡ്, യെല്ലോ കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ലാണ്ട് AC കഴിഞ്ഞിട്ട് 2 നമ്മുടെ കുഞ്ഞ് ലൈറ്റ്, ഞാൻ പറയുന്നത് ഈ ടൈപ്പ് ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു വ്യൂ എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ നല്ല രീതിക്ക് ലേസറൊക്കെ വെച്ച് ഇറക്കിയിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ ഫസ്റ്റ് മോഡാണ്, അങ്ങനെയല്ല ഞാൻ ചെയ്തൊരു മോഡാണ്, ഫസ്റ്റ് അല്ല രണ്ടാമത്. അപ്പോൾ ഞാൻ ഫസ്റ്റായിട്ട് ചെയ്തൊരു ടൂറിസ്റ്റ് ബസ്സാണിത്. അപ്പോൾ അതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിൽ ഞാൻ കുറേ ലൈറ്റ്സൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ അല്ലാണ്ട് കുറച്ച് എക്സ്പ്ലോറിൻ്റെ സ്പീക്കർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കാണുന്നൊക്കെ ലൈറ്റാണ് വർക്കിംഗ് കേട്ടോ. പിന്നെ ലേസറൊക്കെ വർക്കിംഗ് ആണ്. ഇത് എന്താ പറയുക, നമ്മുടെ ഈ കുഞ്ഞു ലൈറ്റൊക്കെ വർക്ക് ചെയ്യുന്ന കേട്ടോ, എല്ലാ ലൈറ്റും വർക്കാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്വാർട്ടർ ഗ്ലാസിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അതേ വർക്കിംഗ് കേട്ടോ. ക്വാർട്ടർ ഗ്ലാസിൻ്റെ ഇവിടെയൊക്കെ ചെറിയ കുഞ്ഞു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ടോപ്പിലെ ലൈറ്റൊക്കെ ഇതൊക്കെ എല്ലാ ലൈറ്റും വർക്കിംഗ് ആണ്. അപ്പോൾ അതെ നമ്മുടെ TV കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ഇൻറ്റീരിയർ കാണിച്ചാൽ ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചാനലിലെ ക്രെഡിറ്റൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ചാനലിൻ്റെ. പിന്നെ അതുപോലെ തന്നെ ADKD ഗെയിമിങ്ങിന് നമ്മുടെ ഒരു മാല കൊടുത്തിട്ടുണ്ട് ഇൻറ്റീരിയറിൽ. പിന്നെ സ്റ്റിയറിംഗ് വരുന്നത് BS4 സ്റ്റിയറിംഗ് ആണ് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ സെൻട്രലായിട്ട് നമ്മുടെ അമേരിക്കൻ ഫ്ലാഗാണോ എന്നൊരു ഫ്ലാഗ് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആ പിടിക്കുന്നൊരു സാധനമല്ലേ, നമ്മുടെ സ്റ്റിയറിംഗൊക്കെ പിടിച്ച് കറങ്ങുന്നത്, അതുണ്ട്. മിററുണ്ട്, GPS ഉണ്ട്. പിന്നെ കുറച്ച് ഡ്രീം ക്യാച്ചറായിട്ട് യെല്ലോ, റെഡ്, ഗ്രീൻ, ബ്ലൂ ഡ്രീം ക്യാച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇമോജീസ് കൊടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ മുകളിലായിട്ട്. പിന്നെ ടിബറ്റൻ ഫ്ലാഗ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വർക്കിംഗ് ആട്ടാ. പിന്നെ അല്ലാണ്ട് ഇവിടെയായിട്ട് ചെറിയൊരു കൊമ്പ് പോലത്തെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിൽ ഇവിടെ ഒരു ലേസർ കൊടുത്തിട്ടുണ്ട്. ഇൻറ്റീരിയറിൻ്റെ ടോപ്പിലാണ് കൂടുതൽ ലേസർ. ഈ കാണുന്നത് ഒരു ലേസറാണ്, ഈ കാണുന്ന ഒരു ലേസറാണ്. അപ്പോൾ ഇതൊക്കെ ഒരു വണ്ടിക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ അങ്ങോട്ട് എടുത്ത് സെറ്റാക്കി വെച്ചട്ടാ. പിന്നെ പിക്സൽ നെയിം ബോർഡിൻ്റെ വർക്കിങ് ഞാൻ കാണിച്ചു തരാം. അപ്പം അത്യാവശ്യം എന്നെക്കൊണ്ട് ആവുന്ന രീതിക്ക് തന്നെ പിക്സൽ നെയിം ബോർഡ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട് പിക്സൽ നെയിം ബോർഡ്. പിന്നെ നമ്മുടെ ഡാഷ് ബോർഡിൽ 2 കുഞ്ഞു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ നേരത്തെ പറഞ്ഞ ഒരു സെയിം ലൈറ്റ് തന്നെ ഇവിടെയും കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഡാഷ് ബോർഡിലായിട്ടേ. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ കോമ്പമൽ ലൈറ്റ് ഉണ്ട്. പിന്നെ ടോപ്പ് ലൈറ്റിൻ്റെ വർക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. ടോപ്പ് ലൈറ്റും പിക്സൽ നെയിം ബോർഡിൻ്റെ ഒക്കെ. പിന്നെ ഗൈസ് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഉണ്ടാകും, കാരണം ഞാൻ പണ്ടത്തെ പോലെ ടൈമില്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടി വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ റെക്കോർഡ് മീൻസ് എക്സ്ട്രാ ഡബ് ചെയ്യല്ല, വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് വോയിസ് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ വോയിസ് ഉണ്ടാവും, ചിലപ്പോൾ ശ്വാസം എടുക്കുന്നതിൻ്റെ എന്താ പറയുക അങ്ങനത്തെ കുറച്ച് നോയ്സ് ഉണ്ടാവും. ഫാനിൻ്റെ നോയ്സൊക്കെ ഉണ്ടാവും കേട്ടോ, നല്ല ചൂടാണ്. അപ്പോൾ ഫാനാണ് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് സുഖമല്ല ഗൈസ്, അപ്പം തൊണ്ടവേനൊക്കെയാണ്. പിന്നെ നമ്മൾ ഡാൻസ് കളിച്ചു ഗൈസ്, അതുകൊണ്ട് പോകാൻ പറ്റിയില്ല. പിന്നെ പിള്ളേട്ടാ ഞാൻ പറഞ്ഞത് നമ്മുടെ ഡ്രൈവറാണ്, ലേഡി ഡ്രൈവറാണ്. അപ്പം ഞാൻ മുന്നോട്ട് മീൻസ് പോകുന്ന നേരം ആ ഗേൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത് ഞാൻ തന്നെ അറിയാണ്ട് വിട്ടാട്ടോ. കേബിൾ വരികയാണെങ്കിൽ ഈ ടൈപ്പാണ് നമ്മുടെ കേബിൻ കൊടുത്തത്. അപ്പം ഞാൻ പറഞ്ഞ ലേസറൊക്കെ ഇവിടെ വർക്കിംഗ് ആട്ടാ. അത്യാവശ്യം നല്ലൊരു കേബിനാണെന്ന് തോന്നുന്നു, നല്ലൊരു കേബിൻ കൊടുത്തിട്ടുണ്ട്. സീറ്റ് ഉണ്ട്, ഗിയറൊക്കെ വർക്കിംഗ് ആട്ടാ. പിന്നെ ഈ കാണുന്ന ലൈറ്റൊക്കെ കത്തും. നമ്മുടെ ക്രെഡിറ്റ്, സ്പീക്കർ, നമ്മുടെ ലോഗോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേബിൻ വരുന്നത്. പിന്നെ നമുക്ക് ബാക്കോട്ട് പോകാം ഗൈസ്. അപ്പം ബാക്കോട്ട് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പം ഈ കാണുന്ന മോഡിൽ യാതൊരു മാറ്റവും വരുത്താൻ പറ്റില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ 3D ഫയലിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ അതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ 3D ഇത്രയ്ക്കും അപ്ഡേറ്റ് ഒന്നും ചെയ്തില്ല. ഒരു നോർമൽ 3D എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. ആ 3D ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് 3D അല്ല മോഡ് ഞാൻ നിങ്ങൾക്ക് റിലീസ് ചെയ്ത് തരും. അപ്പം ആ മോഡ് നിങ്ങൾക്ക്
ലോ ആൻഡ് വേരിയൻ്റ് ആയിട്ട് ഞാൻ സെറ്റായി തരും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 സ്പീക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ലേസർ, അവിടെ എല്ലാ ലൈറ്റും വർക്കിംഗ് ആണ്. പിന്നെ ഇത് ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ പ്രകാശിലെ ആ ത്രികോണ ലൈറ്റ് പോലത്തെ ലൈറ്റൊക്കെ കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിൽ വരികയാണെങ്കിൽ ഇവിടെയൊക്കെ കുറേ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റല്ല, ലേസറാണ്. ഇതേ ഒരു വണ്ടി കണ്ടാട്ടാ. അപ്പോൾ ഇതൊക്കെ വർക്കിംഗ് ആണ്. പക്ഷേ ഇതിലൊക്കെ ശരിക്കും ലൈറ്റിൻ്റെ ഒരു ഇത് പോകണ്ടാണ്, അങ്ങനത്തെ ഓപ്ഷനൊന്നും ഇല്ല നമുക്ക്. പക്ഷെ നമുക്ക് ക്യൂബ് വെച്ചിട്ട് ചെയ്യാം. അത് കുറച്ച് ബോറായിപ്പോൾ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ബാക്കിലായിട്ട് നമ്മുടെ ADKD ഗെയിമിംഗ് എന്ന് ഇരുന്ന് ഒരു പിക്സൽ നെയിം ബോർഡ് കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ ബാക്കിലായിട്ട് നമ്മൾ എന്താ പറയുക, പഞ്ച് ബോക്സൊക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കോട്ട് പോവാ, ഇതറിയാണ്ട് തട്ടിപ്പോകും, കാരണം നമ്മളൊക്കെ ഓഫാക്കി വെച്ചിട്ടാണല്ലോ. നമ്മൾ എന്താ പറയുക, നമ്മൾ ടൂളല്ല, നമ്മുടെ എന്താ പറയുക, ഈ എന്താ പറയുക, നമ്മൾ ഈ ഓപ്ഷൻസ് ഉണ്ടല്ലോ, ഡാൻസ് കളിക്കുന്ന ക്യാമറ ഒക്കെ ഒക്കെ ഓഫാക്കി വെച്ചതുകൊണ്ട് അറിയാണ്ട് തട്ടിപ്പോകുമ്പോൾ ഈ വീഡിയോ കളിച്ച് അതാണ് ഇടയ്ക്കിടയ്ക്ക് മുന്നോട്ട് പോലത്. ഓക്കെ, പഞ്ച് ബോക്സ് ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കളിക്കുകയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നുള്ളൂ. അപ്പം പഞ്ച് ബോക്സ് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ സൈഡിലായിട്ട് 2 സൈഡിലും ഒരു പഞ്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. പഞ്ച് ബോക്സിലും ചെറിയൊരു നമ്മുടെ നിയോണിൻ്റെ കലാപരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ റെഡാണ് ഈ സൈഡിലൊക്കെ വരുന്നത്, റെഡ് നിയോൺ ആണെങ്കിൽ സെൻറ്ററിൽ റെഡും വരുന്നുണ്ട്. അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ടൈപ്പ് നിയോൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്പീക്കറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, നല്ല സബ് വൂഫറാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പം റിവ്യൂ വേണ്ടവർ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID കൊടുക്കാതാണ്. അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, റിവ്യൂവിന് ഞാൻ തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാക്സിമം ഞാൻ ഒരു 500 സബ്സ്ക്രൈബറിൻ്റെ മുകളിലുള്ളവർക്കേ കൊടുക്കൂ. ചിലർക്ക് ഞാൻ മോഡ് കൊടുക്കില്ല, ചിലർക്ക് ഞാൻ കൊടുക്കും. അപ്പം അത് ഞാൻ വീഡിയോയിൽ ആദ്യമേ പറയുന്നുണ്ട് കേട്ടോ, കാരണം ഇത് റിവ്യൂവിനൊന്നുമുള്ള മോഡല്ല. കാരണം ജസ്റ്റ് ഞാനൊരു ടെസ്റ്റ് മോഡാക്കി ഇറക്കിയതാണ്. അപ്പം എൻ്റെ കയ്യിൽ വേറെ ഫയലൊന്നുമില്ല. അപ്പം ഈ 3D ഫുൾ വർക്ക് കഴിഞ്ഞാൽ 3Dയുടെ ഫയലില്ല. അപ്പോൾ അതും ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് മെയിനായിട്ട് ബ്രേക്കിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഉള്ളതിന്, അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കളിക്കാൻ പറ്റും, എന്നാലും ഇതിൻ്റെ ഒരു നല്ലൊരു മോഡായിട്ട് ഞാൻ ഇറക്കി തരുന്നുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പ്രശ്നം എന്താണെന്നൊന്നും നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ല, ടൈമില്ലായിട്ടാണ്. അപ്പോൾ പ്രശ്നം വേറെ ഒന്നല്ല കൈസാ, ഞാൻ ജസ്റ്റ് ഈ വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉൾപ്പെടുത്താം. അപ്പോൾ തമിഴ്നാട്ടിലെ കുറച്ച് മച്ചാന്മാർ എനിക്ക് കുറച്ച് വണ്ടിയുടെ വർക്ക് തന്നു, കുറച്ച് മച്ചന്മാരാട്ടാ. അപ്പം ഇവർ വർക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ഞാൻ യൂസ് ചെയ്യുന്ന പഴയ ബ്ലണ്ടറാണ്, അപ്പം 7.99. അപ്പോൾ എൻ്റെ PC എന്നൊക്കെ വെച്ചാൽ ഈ ഒരു ലെവലേ വരുന്നുള്ളൂ. അപ്പം അത് എനിക്ക് മാക്സിമം കയറ്റാൻ പറ്റും. അപ്പം 3D ഒന്നും ചെയ്യാൻ ഞാൻ അത്ര ഇതല്ലാത്തതുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പം ഹമീസ് എന്നാണ് പേര്. അപ്പം അവനാണ് 3D ചെയ്യുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞ് അഡ്വാൻസ് വേണം പറഞ്ഞു. എല്ലാവരും അഡ്വാൻസ് വാങ്ങിച്ചിട്ടേ വർക്ക് എടുക്കൂട്ടോ. അപ്പോൾ അവർ അഡ്വാൻസ് ഓക്കെ എന്ന് പറഞ്ഞ് അവർക്ക് അഡ്വാൻസ് തന്ന്, അവരെനിക്ക് അഡ്വാൻസ് തന്ന് ഞാനത് അവന് അയച്ചു കൊടുത്ത്, അവൻ 3D വർക്ക് തുടങ്ങി. മോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇവർ മോഡ് ക്യാൻസലാക്കി. ഞാൻ പറഞ്ഞു ക്യാൻസലാക്കി റീഫണ്ട് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, കാരണം ആ വണ്ടി ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആ 3D ആരും എടുക്കത്തുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ആ 3D വേറെ ആരെങ്കിലും വാങ്ങിക്കുകയോ അല്ലെങ്കിൽ മോഡ് വാങ്ങിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പൈസ ഞാൻ തിരിച്ചു തരാം. അവർക്ക് ക്ഷമല്ല. അവർ ഈ തമിഴ്നാട്ടിലെ വലിയ വലിയ യൂട്യൂബർമാരെ കൊണ്ട് നമ്മളെക്കുറിച്ച് കള്ളത്തരം പറഞ്ഞു, എന്നുവെച്ചാൽ എന്നെക്കുറിച്ച് ഈ ADKD ഗെയിമിംഗ് ചാനലിനെ കുറിച്ചും കള്ളത്തരം പറഞ്ഞു. കള്ളത്തരമല്ല, അവരുടെ ഭാഗത്തുനിന്ന് പറഞ്ഞു മോഡിന്, അവർ പറയുന്ന മോഡിൻ്റെ കംപ്ലൈൻറ്റ് വെച്ചിട്ട് മോഡിന് സൈസ് കൂടുതലാണെന്നാണ്. കാരണം ഈ കാണുന്ന 3D ഒക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു നോർമൽ വേരിയൻറ്റിൽ ഇറക്കുകയാണെങ്കിൽ ഇത്രയാണ്. നമുക്കിപ്പോൾ ബ്ലണ്ടറിൽ 3D സൈസ് കുറയ്ക്കാൻ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ വണ്ടിയിലും ചെയ്തിട്ടുണ്ട്, ഈ വണ്ടിയിലും ചെയ്തിട്ടുണ്ട്. അവരോട് ഞാൻ പറഞ്ഞു നിങ്ങളെ മോഡ് ഒരു 40-60 MB ആക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഒരു ഒറിജിനൽ വണ്ടി എങ്ങനെ ഉണ്ടോ ആ വണ്ടി അതുപോലെ തന്നെ അവർക്ക് വേണം. ലൈറ്റായാലും ലേസർ ആയാലും എന്തിനും നമ്മുടെ ഹോണ് വരെ അതിൽ വേണം, ചാർജർ വരെ വേണം ഡാഷ്ബോർഡിൽ. എല്ലാം നമ്മൾ ചെയ്ത് കൊടുത്തു. ഇതെല്ലാം കൂടി 3Dക്ക് തന്നെ നല്ല സൈസ് വരുന്നുണ്ട്, 100 MBക്ക് പുറത്ത് പോകുന്നുണ്ട്. കാരണം ഇത്രയും ലൈറ്റും
പിന്നെ എല്ലാ സീറ്റിലും പാസഞ്ചറൊക്കെ വരുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളതുകൊണ്ടാണ് അതവിടെ കിടന്നത്. അപ്പോൾ അവർ ക്യാൻസലാക്കി. അപ്പോൾ ഞാൻ പൈസ കൊടുക്കൂല പറഞ്ഞ് അവർ യൂട്യൂബർമാരെ കൊണ്ടൊക്കെ പ്രശ്നം ഉണ്ടാക്കി. പിന്നെ ഏറ്റവും അവസാനം സീനായാലും ഞാൻ അവർക്ക് റീഫണ്ട് കൊടുത്ത് പ്രശ്നം സോൾവ് ആക്കിയിട്ടുണ്ട്. അപ്പം ആ മച്ചാനൊന്നും ചോദിച്ചു വന്നിട്ട് കാര്യമില്ല. അപ്പോൾ അവരുടെ ഒരു ടീമാണ്. കാരണം ഇവരൊക്കെ 500 രൂപ നമുക്ക് തന്ന് വർക്ക് സ്റ്റാർട്ടാക്കിയിട്ട് വർക്ക് ക്യാൻസലാക്കും. അതുപോലെ തന്നെ ഒരു 2-3 വണ്ടി എൻ്റെ കയ്യിൽ കിടക്കുന്നുണ്ട്. തമിഴ്നാട്ടുകാർ പറ്റിച്ചു എന്നൊക്കെ പറയുന്ന പോലെ എന്ന് വെച്ചാൽ എല്ലാ തമിഴ്നാട്ടുകാരും ഇല്ല കേട്ടോ. വേറൊരു മച്ചാനുണ്ട്, നല്ല മച്ചാനാണ്. അപ്പോൾ ആ മച്ചാനൊക്കെ എനിക്ക് വർക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 3D മെയിൻ അറിയത്തില്ല. അപ്പോൾ ഞാൻ ഫ്രണ്ടിൻ്റെ അടുത്ത് 3D വാങ്ങിക്കും, അല്ല അവർക്ക് വേണ്ടി 3D ഫ്രണ്ടിനെ കൊണ്ട് ചെയ്തിട്ട് കൺവേർഷൻ മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പം ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു ഇത് വന്നിട്ടുള്ളത്. പിന്നെ ഈ നമ്മുടെ എന്തൊക്കെയോ പറഞ്ഞു, കാരണം നമുക്കിതെല്ലാം കൂടി ഒരുമിച്ചൊരു വീഡിയോ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ആനിമേഷൻ കീ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ ആനിമേഷൻ കീ വരുന്നത് നമ്മുടെ വണ്ടിയുടെ എൻജിൻ കവറാണ്. നമ്മൾ ഒന്നാമത്തെ ആനിമേഷൻ കീ വരുന്നത് എൻജിൻ കവറും പൊന്തും. അതുപോലെ തന്നെ എൻജിൻ കവറിൻ്റെ മുകളിലൊരു ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്, അതും പൊന്തും. ഗ്ലാസ് കൊടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ഒന്നാമത്തെ ആനിമേഷൻ്റെ കൂടെ തന്നെ മുകളിൽ നമ്മളെ എയർ വിൻഡോ ഉണ്ട്. പിന്നെ സൈഡ് ഗ്ലാസ് ഒന്നും ആനിമേഷൻ കീയിൽ കൊടുത്തിട്ടില്ല. രണ്ടാമത്തെ ആനിമേഷൻ കീ നമ്മുടെ ഈ പറഞ്ഞ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ, വണ്ടിയുടെ ഫ്രണ്ടിൽ റൈറ്റ് സൈഡിലായിട്ട് കൊടുത്ത ഒരു കുഞ്ഞു സ്റ്റിയറിംഗ് ഉണ്ട്. അപ്പം ആ സ്റ്റിയറിംഗ് റിമൂവ് ആവുന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ആനിമേഷൻ കീ കേട്ടോ. അപ്പം മൂന്നാമത്തെ ആനിമേഷൻ കീ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രൈവർ ഡോർ ഓപ്പൺ ആവും. അതെ, നമ്മുടെ ഡ്രൈവർ ഡോർ ഓപ്പൺ ആവും. അതാണ് നമ്മുടെ മൂന്നാമത്തെ ആനിമേഷൻ കീ. ലണ്ടൻ ലിവറീൻ്റെ ഇവിടെ ചെറിയൊരു യെല്ലോ ഇതുണ്ട് കേട്ടോ, അതൊക്കെ സെറ്റാക്കിയിട്ട് എനിക്ക് റിലീസ് ചെയ്ത് തരും. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആനിമേഷൻ കീ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ മൂന്നാമത്തെ ആനിമേഷൻ കീൻ്റെ കൂടെ ഡ്രൈവർ ഡോറും അതുപോലെ തന്നെ ബാക്കിൽ ഡിക്കി വരുന്നുണ്ട്. അപ്പോൾ ബാക്കിലെ ഡിക്കി അടയ്ക്കും, ഓപ്പൺ ആവും. അപ്പം അതാണ് നമ്മൾ മൂന്നാമത്തെ ആനിമേഷൻ കീ കൊടുത്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ തന്നെ സൈഡിലും ഇവിടെയായിട്ട് ഡിക്കി തുറക്കുന്നുണ്ട്. അതാണ് നമ്മുടെ മൂന്നാമത്തെ ആനിമേഷൻ കീ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മെയിൻ കാര്യം, നമുക്കിതേ ഡിക്കി സ്പേസിൻ്റെ അവിടെയായിട്ട് നമ്മൾ ഒരു എക്സ്ട്രാ വീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. പിന്നെ അതേ മിററിനൊക്കെ നമ്മുടെ അമേരിക്കൻ ഫ്ലാഗിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നൈറ്റ് വീഡിയോ ഞാൻ വേറൊരു ടൈമിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു എക്സ്ട്രാ വീല് കൊടുത്തിട്ടുണ്ട്. അപ്പം ഈ വീലൊക്കെ നിങ്ങൾ ലിവറിയിൽ കളർ മാറ്റുന്ന ടൈമിൽ ഈ വീൽ കപ്പിൻ്റെ കളറൊക്കെ മാറും കേട്ടോ. പിന്നെ അതെ ഇവിടെ 2-3 എക്സ്ട്രാ സബ് വൂഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അത്യാവശ്യം മോഡിഫൈഡ് വണ്ടിയിൽ വരുന്നതാണ്. ഇവിടെ നോക്കുക, അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ ലൈറ്റും ലേസറൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ, ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മച്ചാന്മാരെ, മോഡ് ബൈ എഡിക്കടി ഗെയിമിംഗ് ഞാൻ തന്നെയാണ്, അല്ലാണ്ട് വേറെ ആരുമല്ല മോഡിൻ്റെ ഓണർ. അപ്പം മോഡ് റിലീസാക്കുന്നത് ഞാനാണ്. അപ്പം ഈ 3D ഞാൻ പെയ്ഡായിട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ചാട്ടോ. അപ്പം 3D പിന്നെ ഇതിൻ്റെ കംപ്ലീറ്റ് കൺവേർഷൻ ചെയ്തത് ഞാനാട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ മച്ചാന്മാരെ, ഈ ബ്രേക്കിൻ്റെ ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിക്കൊക്കെ നമ്മുടെ സച്ചൂസ് ഗെയിമിങ്ങോ അങ്ങനെ ഒരു ഗെയിമിംഗ് ഉണ്ട്, നമ്മുടെ KVSൻ്റെ അഡ്മിൻ. അവരുടെയൊക്കെ ആ മോഡിന് BV മാക്സിമം വണ്ടിക്ക് വന്നൊരു ബ്രേക്കിംഗ് ആണ് കൊടുത്തത്. പിന്നെ കൺട്രോളൊക്കെ സെറ്റാണ്. പിന്നെ മിററൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓഫാക്കിയിട്ടല്ല അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അതെ, മിററൊക്കെ വർക്കിംഗ് ആണ്. സ്പോട്ട് മിറർ 2 അതിൻ്റെ ആംഗിള് കുറച്ച് തെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അത്യാവശ്യം കൊഞ്ചം സൈസ് കൂടുതലാണ് മോഡിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോഴേ ലാഗ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ റിവ്യൂന്ന് ചെയ്യാനൊക്കെ വെച്ച കുറേ മോഡുണ്ട്, അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കാറില്ല. അതൊക്കെയാണ്. പിന്നെ GPS ഉണ്ട്, GPS ഒക്കെ വർക്കിംഗ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഗിയറൊക്കെ വർക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മുടെ ആക്സിലറേറ്റർ കൊടുക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ ഗിയർ ഇതാവും. വെച്ചാൽ നമ്മുടെ വണ്ടിക്ക് ഒറിജിനൽ ഗിയർ മാറ്റുന്നത് എങ്ങനെ ഉണ്ടോ അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഗിയർ മാറും കേട്ടോ. ഒരു മിനിറ്റ് ശരി. പിന്നെ അത് ഇവിടെയായിട്ട് ഡാഷ്ബോർഡിൽ 2 സ്റ്റിയറിങ്ങിൻ്റെ കൂടെ തിരിയുന്നുണ്ട്. പിന്നെ ഗിയർ. പിന്നെ അതുപോലെ തന്നെ ഡാഷ്ബോർഡിൽ റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് പച്ച, മഞ്ഞ അങ്ങനത്തെ കുറച്ച് സ്വിച്ച് കൊടുത്തിട്ടുണ്ട്, നീല. അപ്പോൾ അതൊക്കെ വർക്കിംഗ് ആണ്, എല്ലാം വർക്കിംഗ് ആയ സ്വിച്ചാട്ടാ. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടീൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ വണ്ടിയുടെ സ്പീഡ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം. അപ്പം
ഇപ്പോൾ ഈ നമുക്ക് ബ്രേക്ക് ഇച്ചിരി കുറവാണ് ഞാൻ പറഞ്ഞു കഴിച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. സീറോന്ന് പെട്ടെന്ന് വണ്ടി കൊടുക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് വണ്ടി സ്പീഡൊക്കെ കയറുന്നുണ്ട്. അപ്പോൾ അതേ ഒന്നും സീനില്ല. അപ്പോൾ നമുക്ക് 100 നമുക്ക് വണ്ടി ചവിട്ടി നോക്കാം. ചവിട്ടേണ്ട ആവശ്യം വന്നില്ല. പിന്നെ നമ്മുടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്, RPM മീറ്ററൊക്കെ വർക്കിംഗ് ആണ്, എല്ലാ മീറ്ററും വർക്കിംഗ് ആട്ടോ, അതിലൊന്നും പ്രശ്നമില്ല. അപ്പം ഒരു 100 കയറട്ടെ. ഒരു 100 കയറിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ വിട്ട് കാണിച്ചാൽ ബ്രേക്ക് പിടിച്ച് കാണിച്ചു തരാം. അപ്പം ഓക്കെ 100 നമ്മളിതേ ഇപ്പം തൊട്ട് ബ്രേക്ക് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ട ഈ ഒരു താമസം വരും വണ്ടിക്ക്, ഇടിക്കാണ്ട് വണ്ടി നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നമുക്ക് കിട്ടും. ഒരു നോർമൽ വണ്ടിക്ക് വരുന്ന ഒരു ബ്രേക്ക് തന്നെ നമ്മൾ ഈ വണ്ടി കൊടുത്തിട്ടുണ്ടേ. വണ്ടി നിൽക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. അത്രയ്ക്കും കുറവാണോ എന്ന് ചോദിച്ചാൽ കുറവാണ്. അപ്പോൾ നമ്മളെന്തായാലും ചവിട്ടി പിടിക്കാനൊന്നും പോകുന്നില്ലല്ലോ വണ്ടി. അപ്പോൾ എന്തായാലും ഒരു നോർമൽ ഒരു 60-ലൊക്കെ പോയിട്ട് പിടിച്ചാൽ അത്യാവശ്യം വണ്ടി നിൽക്കുന്നുണ്ട്. കുറവാട്ടോ എന്നാലും. അപ്പോൾ അതേ ഇതൊക്കെയാണ് നമ്മളെ വണ്ടി വരുന്നത്. പിന്നെ ഇടിച്ചാൽ വണ്ടി ചളുങ്ങുമെന്നൊക്കെ എനിക്കും ഡൗട്ടുണ്ട്. കാരണം ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് വണ്ടി ഓടിച്ചു നോക്കുന്നത്. ഇടിച്ചാലൊക്കെ വണ്ടി ചളുങ്ങുന്നുണ്ട്. ഇവിടെയൊക്കെ ചളുങ്ങിയിട്ടുണ്ട് വണ്ടി ഇടിച്ചാലേ. അപ്പോൾ അതൊക്കെ വർക്കിംഗ് ആണ്. പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, വണ്ടി ഓക്കെയാണ് അത്ര തന്നെ. പിന്നെ അതുപോലെ തന്നെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിൽക്കാൻ കുറച്ച് താമസമുണ്ട് കേട്ടോ. നമ്മുടെ നോർമൽ വണ്ടി പോലെ ഹാൻഡ് ബ്രേക്ക് ഇട്ടപാടെ അങ്ങ് വണ്ടി നിൽക്കാനൊന്നുമില്ല. അത് ബ്രേക്കിൻ്റെ ഒരു ചെറിയ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് ഈ കൊളൈഡറൊക്കെ കറക്റ്റാണ്. അപ്പോൾ അതൊരു ബഗ്ഗാണ്. അപ്പോൾ ആ ബഗ് ശരിക്കും നമ്മുടെ വണ്ടിക്ക് കൊടുക്കുന്ന കൺട്രോളൊക്കെയാണ്. പിന്നെ ബ്രേക്ക് നിങ്ങൾക്ക് കൂട്ടിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബസ്ഡ് വെഹിക്കിൾ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, മാക്സിമം നമുക്ക് 999 ബ്രേക്ക് ഫോഴ്സ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ട്. അത് മാക്സിമം ഞാൻ ബ്രേക്ക് ഫോഴ്സ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇതാണ് നമ്മുടെ സെഡോണിൻ്റെ അവസ്ഥ. അപ്പോൾ അത് ചെറിയൊരു ബഗ്ഗാണ്. ആ ബഗ്ഗൊക്കെ ഫിക്സ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് നമ്മുടെ എന്താ പറയുക എന്തായാലും ഇപ്പം പറയുക ഒക്കെ ഒന്ന് തീർക്കണമെന്ന് വിചാരിച്ച ആ ബഗ്ഗൊക്കെ തീർത്തുകൊണ്ടിരിക്കുന്ന ആ റെഡി ടൈമിലാണ് നമുക്ക് ഈ ഒരു പണി കിട്ടിയത്. ഫയലിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം, പിന്നെ ഒന്നും ചെയ്യാനില്ല. പിന്നെ അതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ അങ്ങ് സൈഡാക്കി. അപ്പോൾ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ടെസ്റ്റിന് എന്നൊരു മോഡാണ്, ടെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് സെറ്റാക്കിയാണ്. അപ്പോൾ ആ മോഡായിട്ട് റിലീസാക്കി തരും ഞാൻ നിങ്ങൾക്ക്. അത്ര തന്നെ. അപ്പോൾ അതേ നമ്മുടെ ഇടിച്ചു എന്നെ ഇടിച്ചിട്ട് പോയി. അപ്പോൾ ഇതാണ് നമ്മുടെ സെഡോൺ മോഡ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം മച്ചാൻ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.